ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മലയാളത്തിൻ്റെ 6ാമത്തെ ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് പാഠം നോക്കാം. 6ാമത്തെ ചാപ്റ്റർ എന്താണ്? പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. ഇവിടെ കൊടുത്തിരിക്കുന്ന നല്ലോണം വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഇത്തിരി വലുതായിട്ട് ഇപ്പുറ സൈഡിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നോക്ക്, ഷൈനി ഷൈനി. ആരാ? ഞാനാ. എന്താ? വിശക്കുന്നു. തിന്നാൻ ഇത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ട, ഒരു കുട്ടി പട്ടി, പൂച്ച, കാക്ക, കോഴിയൊക്കെ അതിനടുത്തായിട്ട് നിപ്പുണ്ട്. അടുത്ത് നോക്കൂ, വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ ചെറുതായി, കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ പതുപതുത്തൊരു പാലപ്പം എങ്ങനെ ചെറുതായി. അത്രയും കൊടുത്തിട്ടുണ്ട്. ബാക്കി വരികളും നിങ്ങളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ എഴുതാം നമുക്ക്? കാക്ക വന്ന് കൊത്തിയിട്ടോ, കാക്ക ഉണ്ടായിരുന്നു അവിടെ അല്ലേ, പൂച്ച വന്ന് കടിച്ചിട്ടോ വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ ചെറുതായി. പിന്നെന്താ എഴുതാം? മിനുമിനുത്തൊരു പാലപ്പം എങ്ങനെ ചെറുതായി. നമുക്ക് ഇഷ്ടമുള്ള വരികൾ അതിൻ്റെ കൂടെ ചേർത്ത് എഴുതാം. ഓക്കെ, അടുത്ത് നോക്കൂ. പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം, മൊരിമൊരിഞ്ഞൊരു പാലപ്പം, അരികുമൊരിഞ്ഞൊരു പാലപ്പം, മധുരമുള്ളൊരു പാലപ്പം, മധുമധുരം പാലപ്പം. അപ്പോൾ ഈ 2 വരി കൊടുത്തിട്ടുണ്ട്. പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം. അതിനെക്കുറിച്ച് ബാക്കി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കൊടുക്കാം? അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. മൊരിമൊരിഞ്ഞൊരു പാലപ്പം, അരികുമൊരിഞ്ഞൊരു പാലപ്പം, മധുരമുള്ളൊരു പാലപ്പം, മധുമധുരം പാലപ്പം. അപ്പോൾ അപ്പത്തിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്. ഇനി രുചിമേളം. മധുരമുള്ളവ, പുളിയുള്ളവ, കയ്പുള്ളവ, അതിനെ നമ്മൾ തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ മധുരമുള്ളതുണ്ട്, പുളിയുള്ളതുണ്ട്, കയ്പുള്ളതുണ്ട് അല്ലേ. അപ്പം മധുരമുള്ളത് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ എഴുതാം. പായസം, ലഡു, ജിലേബി, ശർക്കര, തേൻ, പഴം, ബോളി, സേമിയ പായസം, ഇതെല്ലാം മധുരമുള്ളതാണ്. ഇനിയും എഴുതാം ഇഷ്ടം പോലെ. ഇഞ്ചിപ്പുളി, നാരങ്ങ, പുളി, സാമ്പാർ, രസം, മോര്, അച്ചാർ, ഇതിനെല്ലാം പുളിപ്പുണ്ട്. ഇനിയും എഴുതാം അതിൽ പുളിപ്പുള്ളവ. കയ്പുള്ളവയ്ക്ക് പാവയ്ക്ക, വേപ്പില, ഉലുവ, പിന്നെ നെല്ലിക്ക ഒക്കെ കയ്പുള്ളവയിൽ എഴുതാം. അപ്പോൾ ഇനിയും അതിലും എഴുതാം. അപ്പോൾ കുറേയെങ്കിലും എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 എണ്ണം വീതമാണ് എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചധികം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് തനിച്ചെഴുതി പടം വരയ്ക്കാനാണ്. അപ്പം നമ്മൾ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ്, അപ്പം വേണോ ഏതപ്പം, വട്ടത്തിലുള്ളൊരു വട്ടയപ്പം. അടുത്ത് ഒരു ഡാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഴുതാനാണ്. അപ്പോൾ അപ്പം വേണോ. അടുത്തെങ്ങനെ പറയും? ഏതപ്പം. കുഴല് പോലുള്ളൊരു ഡാഷ് എന്നത് കുഴലപ്പം. അടുത്തെന്തോന്ന് പറയും? സെയിം ആ ഒരു രീതിയിലാണ് പാട്ട് പറഞ്ഞത്. അപ്പം വേണോ ഏതപ്പം, ശർക്കര ചേർത്തൊരു ഇലയപ്പം. അപ്പങ്ങളുടെ പേരുകളാണ് ഈ പറയുന്നത്. അടുത്തെന്തോന്ന്? നമുക്കിനി ഈ വരികൾ കൂട്ടിച്ചേർക്കാം. അപ്പം വേണോ ഏതപ്പം, ആവിയിൽ വെന്ത കലത്തപ്പം. അപ്പം വേണോ ഏതപ്പം, കുമ്പിളിലാക്കിയ കുമ്പിളപ്പം. അപ്പം വേണോ ഏതപ്പം, ഉള്ളിലറയുള്ള അച്ചപ്പം. തിന്നാൻ ഇപ്പോൾ നേരമില്ല, തന്നാൽ പിന്നെ തിന്നോളാം. അതൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ വരികൾ എക്സ്ട്രാ കൂട്ടിച്ചേർത്തതാണ് ഇത്രയും വരികൾ. പിന്നെ ഇവിടെ തിന്നാൻ ഇപ്പോൾ ഡാഷ് നേരമില്ല, ഡാഷ് പിന്നെ ഡാഷ്, തന്നാൽ പിന്നെ തിന്നോളാം. അത് നമ്മളടുത്ത് ഫില്ല് ചെയ്യാൻ പറയുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ചിത്രം നോക്കൂ. കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ പറയാനാണ്, എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നമ്മൾ എന്ത് എഴുതുന്നോ അത് തന്നെയാണ് ശരി. ഞാൻ ഒരു ഗ്രാമത്തിൽ ഒരു കാക്ക ഉണ്ടായിരുന്നു. അതിന് മധുരം വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം കാക്ക വീട്ടിൽ സദ്യ ഒരുക്കുകയാണ്. എല്ലാവരും തിരക്കിലാണ്. കാക്ക മനസ്സിൽ വിചാരിച്ചു, ഇന്ന് ഞാനൊരു പ്രഥമൻ ഉണ്ടാക്കി നോക്കാം. അത് അടുക്കളയിൽ പോയി കുറച്ച് അരി, ശർക്കര, തേങ്ങാപ്പാൽ എടുത്തു. ഒരു പാത്രത്തിൽ എല്ലാം ഇട്ട് ചൂടാക്കി. കാക്കയ്ക്ക് പാചകം അറിയില്ലായിരുന്നതിനാൽ ചിലപ്പോൾ അധികം വെള്ളം, ചിലപ്പോൾ അധികം ശർക്കര, അങ്ങനെയൊക്കെ വരാം.
എങ്കിലും കാക്ക നന്നായി ഇളക്കി. പിന്നീട് അല്പം ഏലക്ക കൂടി ചേർത്തു. അവസാനം കാക്ക പ്രഥമൻ രുചിച്ചു നോക്കി. അയ്യോ! സന്തോഷത്തോടെ ചിറകടിച്ചു. വീട്ടിലെ കുട്ടികൾ വന്ന് പ്രഥമൻ കഴിച്ചു. അവർ പറഞ്ഞു, കാക്ക ഉണ്ടാക്കിയ പ്രഥമൻ വളരെ രുചിയുണ്ട്. അന്നു മുതൽ കാക്കയെ എല്ലാവരും പ്രഥമൻ കാക്ക എന്ന് വിളിച്ചു. ഏതൊരു കഥ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എഴുതാം. ഓക്കെ. അടുത്ത ഈ വർക്ക് ബുക്കും രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പാവയ്ക്കയുടെ പടം കൊടുത്തിരിക്കുന്നത് കണ്ട. പോഷകമാണ് ഈ പാവയ്ക്ക. അച്ഛ ഡാഷ് പാവയ്ക്ക. അച്ഛ അച്ഛ പാവയ്ക്ക. പിച്ച മോനെ ഡാഷ് പാവയ്ക്ക. കയ്പാണച്ച പാവയ്ക്ക. പാവയ്ക്കയ്ക്ക് എന്ത് ടേസ്റ്റാണ്? കയ്പ് അല്ലേ? പോഷകമാണ് പാവയ്ക്ക. അത്രയേറെ പോഷകഗുണമുള്ള ഒന്നാണ് പാവയ്ക്ക എന്ന് പറയുന്നത്. വയ്ക്ക മോനെ പാവയ്ക്ക. കയ്പില്ലച്ച പാവയ്ക്ക. തിന്ന മോനെ പാവയ്ക്ക. അപ്പോൾ കുറേ ഡാഷ് കൊടുത്തിട്ടുണ്ട്. ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളിടത്തൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ടെസ്റ്റിൽ ഇതുപോലെ കൊടുത്തിരിക്കും, ഫില്ല് ചെയ്യാൻ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന ആഹാര വിശേഷങ്ങളെ കുറിച്ചാണ്. നോക്കിയോ, ആഹാര വിശേഷങ്ങൾ. ആഹാരങ്ങൾ പലതുണ്ട്, കണ്ടെത്താം. ആവിയിൽ വേവും ആഹാരങ്ങൾ. ഏതൊക്കെ ആവിയിൽ വേവുന്നത്? ഇഷ്ടംപോലെ നമുക്ക് എഴുതാം. ഇലയട, പുട്ട്, കൊഴുക്കട്ട, കുമ്പിളപ്പം, നൂലപ്പം, ഇഡലിയൊക്കെ ആവിയിൽ വേവുന്നതാണ്. ചുട്ടെടുക്കും ആഹാരങ്ങൾ. ഏതൊക്കെ? ഓട്ടട, ചപ്പാത്തി, പത്തിരി, ദോശ, അതൊക്കെ ചുട്ടെടുക്കുന്നതാണ്. അടുത്ത് വറുത്തെടുക്കും ആഹാരങ്ങൾ. ഉണ്ണിയപ്പം, അച്ചപ്പം, ബോണ്ട, ഉഴുന്നുവട, പരിപ്പുവട, ഇതൊക്കെ ഏതില്? എണ്ണയിലിട്ട് വറുത്ത് കോരുന്നതാണ്. അടുത്ത് വേവിക്കാത്തവ പലതുണ്ട്. മോര്, തൈര്, സർബത്ത്, തക്കാളി, ക്യാരറ്റ്, ഇതൊക്കെ എന്തോന്നാണ്? വേവിക്കാതെ കഴിക്കുന്നവയാണ്. ഓക്കെ. അല്ല, അടുത്ത് പാകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, പാകം ചെയ്യാതെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. അങ്ങനെ തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാകം ചെയ്ത് കഴിക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. ചോറ്, ദോശ, ഇഡലി, അപ്പം, പുട്ട്, ഇടിയപ്പം, സാമ്പാർ, കറി, തോരൻ, അവിയൽ, പരിപ്പ്, അങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, പയർ വർഗ്ഗങ്ങൾ, മുട്ട, മീൻ, ഇറച്ചി, നൂഡിൽസ്, ഇതൊക്കെ നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നതാണ്. എന്നാൽ പാകം ചെയ്യാതെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? പഴവർഗ്ഗങ്ങളൊക്കെ പാകം ചെയ്യാതെ കഴിക്കുന്നതുണ്ട്. പിന്നെ ചില പച്ചക്കറികളും പച്ചയ്ക്ക് കഴിക്കുന്നതുണ്ട്. വെള്ളരിക്ക, തക്കാളി, ക്യാരറ്റൊക്കെ നമ്മൾ വേവിക്കാതെയാണ് കഴിക്കുന്നത്. പിന്നെ സവാള, സലാഡിലൊക്കെ ഇടുന്ന സവാള, അതൊക്കെ നമ്മൾ പച്ചയ്ക്കാണ് കഴിക്കുന്നത്. ഉണക്കമുന്തിരി, കശുവണ്ടി, ബദാം, തേൻ, ഇതൊക്കെ നമ്മൾ വേവിച്ചൊന്നുമല്ല കഴിക്കുന്നത്, അല്ലാതെ കഴിക്കുന്നവയാണ്. അപ്പോൾ അത് തിരിച്ചെഴുതാനുള്ളത് ചോദിക്കാം. ഓക്കെ. അടുത്തതാ ഒരു പദകേളി. നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യാത്ത ഭാഗം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ താഴെ സദ്യയിൽ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് കുറേ നിങ്ങളെല്ലാവരും സദ്യ കഴിച്ചിട്ടില്ലേ? സദ്യയിൽ ഒരുപാട് കറികളുണ്ടാവും അല്ലേ? അതിന് കറികളും പായസവും ഒക്കെ കാണും. അതിൻ്റെ കുറേ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തതിൽ ഡാഷ്, ആദ്യത്തെ കോളം ഫില്ല് ചെയ്തിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഴം. അപ്പം എന്തുവാണ്? പഴം. പിന്നെ 2 കോളം ഇല്ല. പിന്നെ ഇവിടെ ഒരു താഴെ ഒരു സ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? രസം. ഇവിടെ പായസം, ഇവിടെ പായസം. ഇത് പഴം, രസം. ഇതെന്തോന്നാണ്? പച്ചടി. ഇവിടെ ചോറ്, ഓലൻ. ഇവിടെ പ്രഥമൻ. ഓക്കെ. ഇത്രയും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. നോക്ക്, സദ്യയിൽ എന്തൊക്കെ കാണും? പഴം, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, അച്ചാറ്, ഓലൻ, കാളൻ, സാമ്പാർ, പരിപ്പ്, രസം, മോര്, ചോറ്, നെയ്യ്, നാരങ്ങ, പ്രഥമൻ, ബോളി, സേമിയ, അവിയൽ, തോരൻ, ഇനിയും ഒരുപാട് ഐറ്റങ്ങൾ വരും. അങ്ങനെ വെച്ച് ചെയ്യുന്നവരും ഉണ്ട് സദ്യക്ക്. അടുത്ത് നോക്കോ, വായിക്കാം, നടിക്കാം. ഒരു 2 പൂച്ചകൾ ഇരിക്കുന്ന ദോശ ഇടുന്നതാണ്. ദോശമാവ് കലക്കി, പാകത്തിന് ഉപ്പ് ചേർത്ത്, അടുപ്പിൽ തീ കത്തിച്ചു, ദോശക്കല്ല് ചൂടാക്കി, കല്ലിൽ എണ്ണ പുരട്ടി, മാവ് ഒഴിച്ചു, പത്തിരി ദോശ മറിച്ചിട്ടു, പാത്രത്തിലെടുത്തു, കൈ കഴുകി വന്നു, വയർ നിറയെ തിന്നു. ദോശ എങ്ങനെയാണ് ചുടുന്നത്? നിങ്ങൾ അമ്മ ദോശ ഇടുന്നത് കണ്ടിട്ടില്ലേ?
ഇങ്ങനെ മാവെടുക്കുക, അതിൽ ഉപ്പിടും, കലക്കും. എന്നിട്ട് ദോശക്കല്ല് വയ്ക്കും, അതിൽ എണ്ണ തൂക്കും. എന്നിട്ട് എണ്ണ പുരട്ടിയിട്ട് എന്തോന്ന് ചെയ്യും, മാവ് ഒഴിക്കും. പിന്നെ ഒരു സൈഡ് വേകുമ്പോഴത്തേക്ക് മറിച്ചിടും. ആ 2 സൈഡ് വേകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കും. ഇല്ലേ? ഇങ്ങനെയല്ലേ ദോശ ഇടുന്നത്? അടുത്ത് നോക്കൂ, വട വേണോ? വട. ഉള്ളിവടയോ, അടുത്ത ഒരു വരി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മസാല വടയോ, ഏത് വടയാ കഴിക്കേണ്ടേ? ഉള്ളിവടയോ, ഉഴുന്നുവടയോ, മസാല വടയോ, ഏത് വടയാ കഴിക്കേണ്ടേ? അത് പിന്നെ ഒരു വരി എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മസാല വടയോ, ഏത് വടയാ തിന്നേണ്ടേ? പരിപ്പ് വടയോ, രസവടയോ, മസാല വടയോ, ഏത് വടയാ തിന്നേണ്ടേ? അത് കഴിഞ്ഞിട്ട് അടുത്ത കുറേ വാക്കുകൾ എക്സ്ട്രാ നമ്മൾ കുറേ അക്ഷരങ്ങളൊക്കെ പഠിച്ചു. ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളാണ്. ഹായിൽ പറഞ്ഞ ഹായ്, ആഹാരങ്ങൾ, ആഹാരവിശേഷങ്ങൾ, പലഹാരപ്പാട്ട്, ബഹളം, പലഹാരക്കടകളുമുണ്ട്, ഹൽവകളുണ്ട്. പറഞ്ഞത്. അടുത്ത് ബി ബൈ, ബഹളം, ബോളി, ബോണ്ട, സർവത്ത്. അടുത്ത് ദായിൽ പറഞ്ഞത് ദോശ, ദോശമാവ്, ദോശക്കല്ല്, ദൂരെ, ദേഷ്യപ്പെട്ടു, ചോദിച്ചു. ഇതൊക്കെ ദായിൽ വരുന്നത്. ഈ വാക്കുകൾ, ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾ മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ധായിൽ വരുന്നത് മധുരം, നിറമധികം, രുചിയിലധികം, പിന്നെ അധികം, മധുരത്തിൽ, അതിമധുരം, മധുരവും, സാവധാനം. ഇതൊക്കെ ദായിൽ പറഞ്ഞത്. അടുത്ത് ഇച്ഛായിൽ പറഞ്ഞത് കഥ, പ്രഥമൻ. അടുത്ത് ഇച്ഛ പറഞ്ഞത് അച്ച, കയ്പാണച്ച, വച്ചച്ച. അതൊക്കെ ഈ പാഠത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഇപ്പ്, കയ്പ്. അടുത്ത് പറഞ്ഞത് ഉറുമ്പ്, ഉറുമ്പിന്, ഉപ്പേരി, ഉണ്ണിയപ്പം, ഉള്ളിവട, ഉപ്പ്. ഓക്കെ. ഏയില് ഏതപ്പം, ഏത് വടയാ? ഐയില് ഷൈനി, ഐ അടയാളം വെച്ചിട്ടുള്ള ഷൈനി, ബീബൈ, സൈക്കിൾ, തൈര്, കൈ. ഇതൊക്കെ ഐ അടയാളം വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കൂ, യാ വച്ചിട്ടുള്ളത്, യായുടെ ചിഹ്നം വെച്ചിട്ടുള്ളതാണ്. സദ്യ, യായുടെ ചിഹ്നമാണ്. സദ്യ, കാര്യം, ശല്യം, ദേഷ്യപ്പെട്ടു. ഇതൊക്കെ യായുടെ ചിഹ്നം വെച്ചിട്ടുള്ളത്. ഈ ഇത് വെച്ചിട്ടാണ്. ഇനി റായുടെ ചിഹ്നം വെച്ചിട്ടുള്ളത്. ക്ര, പോഷണപത്രം, പ്രിയ, പ്രഥമൻ, ചിത്രം, പാത്രത്തിലെടുത്തു. ഇതൊക്കെ ത്ര എന്നുള്ള ഈ അടയാളം വെച്ചിട്ടുള്ളതാണ്. രായുടെ ചിഹ്നം വെച്ചിട്ടുള്ളതാണ്. ഓക്കെ. അടുത്ത് നോക്കൂ, പലഹാരപ്പാട്ട്. താനാരം 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 താനാരം, കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൽ തെരുവുണ്ട്. മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ട്. മഴവില്ലിൻ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട്. നിറമധികം, രുചിയിലധികം, അതിമധുരം ഹൽവയ്ക്ക്. താനാരാം താനാരാം തക, താനാരാം താനാരാം. ഒരു പാട്ട്, പലഹാരപ്പാട്ടാണ്. അറിയാവുന്ന പലഹാരപ്പാട്ട് എഴുതാനാണ്. ദോശ നല്ല ചൂട് ദോശ, ദോശ നല്ല ദോശ, അരിയിൽ ചുട്ട ദോശ, ദോശ നല്ല ദോശ, ആശാൻ ചുട്ട ദോശ, ദോശ നല്ല ദോശ, ആശ പോലെ ദോശ. അടുത്ത് വേറെ ഒന്നും നമ്മൾ എഴുതിയതാണ്. അടുത്ത എന്തുവാണ്, നിറം കൊടുക്കാനാണ്. ഇവിടെ ഒരു കോൺവെർസേഷൻ പോലെയാണ്. ഹായ് പാലപ്പം. അപ്പോൾ പാലപ്പം പറയാണ് ഹായ് ഷൈനി. അപ്പോൾ അങ്ങനത്തെ പതുപതുത്ത പാലപ്പം, വെളുവെളുത്ത പാലപ്പം, വട്ടം വട്ടം പാലപ്പം. പാലപ്പത്തിന്റെ പ്രത്യേകതയാണ് ആ പറഞ്ഞത്. അടുത്ത് നോക്കൂ, ഷൈനി മുറ്റത്തേക്ക് ഇറങ്ങി. ഉറുമ്പ് വന്നു. ഉറുമ്പ് വന്ന് കണ്ട, ഹായ് ഷൈനി, പാലപ്പം തരുമോ? ആര് ചോദിക്കാണ്? ഉറുമ്പ് ചോദിക്കാണ്. ഇല്ല, ഒട്ടും തരില്ല. ഷൈനി പറയാണ്. ചെറിയ ഒരു കഷ്ണം മതി എന്ന് ആര് പറയാണ്? ഉറുമ്പ് പറയാണ്. ഒരു ചെറിയ കഷ്ണം തരാം. ഒരു ചെറിയ കഷ്ണം കൊടുക്കാന്ന് ഷൈനി പറയാണ്. ഉറുമ്പിനപ്പോൾ സന്തോഷമായി. അടുത്ത് അപ്പം തായോ, അപ്പം തായോ. ഇവിടെ കുറെ ഫില്ല് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. വിശന്നിട്ടാണ് ക്ര ക്ര. ആരാണ്? കാക്ക വരെയാണ് അപ്പം ചോദിച്ചുകൊണ്ട്. അപ്പോൾ പറയണ എന്തോന്നാണ്? ഇല്ല, മധുരമുള്ള ഈ കഷ്ണം തരാം.
അപ്പോൾ കാക്ക പറയണ അധികം വേണ്ട, ഇത്തിരി മതിയെന്ന് പറയാണ്. അപ്പോൾ ഷൈനി പറയണ ആ ശരി, അധികം മധുരമുള്ള ഈ ഒരു കഷ്ണം തരാന്ന് പറയാണ്. കാക്കയ്ക്ക് സന്തോഷമായി. അപ്പോൾ ആദ്യം ആർക്കാണ് കൊടുത്തത്? ഉറുമ്പിന് കൊടുത്ത്, അത് കഴിഞ്ഞ് ഇപ്പോൾ കാക്കയ്ക്ക് കൊടുത്തു അല്ലേ? അടുത്ത ആരാണ് പറഞ്ഞത്? ഷൈനി ഷൈനി എന്താ കാര്യം? കൊക്കോ കോ, ആരാണ്? കോഴി വരാണ്. എനിക്കില്ലേ? ഇല്ല എന്ന് പറയാണ് ഷൈനി. ഒരു ചെറിയ കഷ്ണം മതി, മധുരവും തരണേ, ഒരു ചെറിയ കഷ്ണം മതിയെന്ന് കോഴി പറയാണ്. കാക്കയ്ക്ക് സന്തോഷമായി, കോഴിയും സന്തോഷിച്ചു. അപ്പോൾ കോഴിക്കും കൊടുത്തു. അപ്പോൾ കോഴിക്കും സന്തോഷമായി. അടുത്ത വായിക്കൂ, ചെയ്യൂ, കണ്ടെത്തി എഴുതാനാണ്. ചുവന്ന പേപ്പർ വെട്ട് പശ തേച്ചിട്ട് ഒട്ടിക്കാനാണ്. നീളം ചെവികൾ രണ്ടും വെട്ടി പശ തേച്ച് ഒട്ടിക്കാനാണ്. ചെറിയൊരു പേപ്പർ മൂക്കായി വെട്ടി പശ തേച്ച് ഒട്ടിക്കാനാണ്. വെളുപ്പിനുള്ളിൽ കറുത്ത വട്ടം കണ്ണുകളായി ഒട്ടിക്കുക. പ്രിയ ചങ്ങാതി ബീബൈ അല്ലേ? ഷൈനിക്കെന്തൊരു സന്തോഷം. അയ്യോ, ഇത് ഇത്തിരിയേ ഉള്ളൂ. ഷൈനി, ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കും ഒരു കഷ്ണം തരുമോ? ആര് കേൾക്കാണ്? ബീബൈ ചോദിക്കാണ്. എന്നാൽ നീ തിന്നോ എന്ന്. ഇത്തിരിയേ ഉള്ളൂവെങ്കിൽ നീ തിന്നോളാം എന്ന് പറയാണ്. ബീബൈ പോയി. ഷൈനി സാവധാനം സൈക്കിൾ ഉരുട്ടി. വിടില്ല നിന്നെ, ബൗ ബൗ. അയ്യോ അയ്യോ, ആര് ഷൈനി നിലവിളിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ഷൈനി പേടിച്ച് വിളിക്കുകയാണ്. ബഹളം കേട്ട് ബീബൈ ഓടി വന്ന് അതാ 2 വലിയ നായ്ക്കൾ, വേറെ 2 നായ്ക്കൾ വന്ന്. ബീബൈക്ക് കാര്യം പിടികിട്ടി. ബീബൈ ദേഷ്യപ്പെട്ടു. ഷൈനിയെ തൊട്ടുപോകരുത്, ചീപ്പോ, ദൂരെ പോ, ഇനി ശല്യം ചെയ്യരുതെന്ന് 2 പട്ടികളെ ആരെ ഓട്ടിക്കുകയാണ്? ബീബൈ ഓട്ടിക്കുകയാണ്. അപ്പോൾ ആർക്ക് സന്തോഷമായി? ഷൈനിക്ക് സന്തോഷമായി. അടുത്തെന്തോന്നാണ്? വാ ഉണ്ടെന്നാൽ വളയല്ല, ഡാ ഉണ്ടെന്നാൽ പടമല്ല, ചായക്കൊപ്പം തിന്നിടാം, ആരാണീ ഞാൻ പറയാമോ? ആരാണ്? വട. ഓക്കെ, ബുക്കും ടെസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.